മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി അമ്മ വരുമെന്നും പറഞ്ഞ് കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോണ സമയത്ത് തന്നെ നമ്മളുടെ മോഹിനി വരുന്നുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മി ബാത്റൂമിലായതുകൊണ്ട് ഡോറ് തുറക്കുന്നത് നമ്മളുടെ ദുർഗയാണ്. ദുർഗയ്ക്ക് മോഹിനിനെ കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ രാവിലെ തന്നെ മോളെ കാണാൻ വന്നേയിരിക്കൂലേ, മോളെ കാണാണ്ട് അവിടെ സമാധാനം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ ദുർഗ ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ മോളെ മാത്രമല്ല നിങ്ങളെയും കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, ഇത് എന്താ കയ്യിലെന്ന് ചോദിക്കുമ്പോൾ ഞാനത് മോൾക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാന്ന് പറയുമ്പം ദുർഗയ്ക്ക് അത് കേട്ടിട്ട് വീണ്ടും ഇഷ്ടമാവണില്ല. ശരിക്കും ദുർഗ ഈ മോഹിനിയെ കരുണയുടെ അമ്മയായിട്ടൊന്നും കണ്ടിട്ടില്ല. ഈ മഹാലക്ഷ്മിയുടെ അമ്മയാണെന്നുള്ളൊരു പരിഗണന മാത്രമേ ദുർഗ മോഹിനിക്ക് കൊടുത്തിട്ടുള്ളൂ. മഹാലക്ഷ്മിയെ ഇഷ്ടമല്ല, അതുപോലെ തന്നെ ദുർഗയ്ക്ക് മോഹിനിയെയും ഇഷ്ടമല്ല. അത് മോഹിനിക്ക് അറിയുകയും ചെയ്യാം. എന്നാലും മോഹിനി നല്ല സ്നേഹത്തോടു കൂടി തന്നെ ദുർഗയോട് പെരുമാറുന്നുണ്ട്. പിന്നീട് ദുർഗ ചോദിക്കുന്നുണ്ട്, ഇതെന്താ കയ്യിലെന്ന് ചോദിക്കുമ്പം അത് ലക്ഷ്മി മോൾക്ക് കുറച്ച് പലഹാരമായിട്ട് വന്നതാണ്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, ഇന്നലെ അവൾ വന്നപ്പോഴും കുറേ പലഹാരം കൊണ്ടുവന്നിരുന്നല്ലോ, ഇങ്ങനെ പലഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ എന്ന് ചോദിക്കുമ്പം എന്താ ദുർഗ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മമാർ മക്കൾക്ക് സന്തോഷം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഈ ഒരു മോൾക്ക് കൊടുക്കുന്നത് മാത്രമാണ് സന്തോഷമുള്ളൂ, അവിടെ ഒരു മോളുണ്ടല്ലോ അവൾക്ക് ഇതൊന്നും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കർണമോൾക്കുള്ളതെല്ലാം ഞാൻ അവിടെ വെച്ചിട്ടാണ് ലക്ഷ്മി മോളുടെ വീതുമായിട്ട് ഇങ്ങോട്ട് വന്നത്. കർണമോൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ദുർഗയും ഉണ്ണിയും കൂടി കർണമോളെ വന്ന് വിളിച്ചു കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് കരുണ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാറില്ലേ, അത് അവൾക്ക് പിടിവാശി കൂടുതലാണ്. അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടി അങ്ങനെ സ്വഭാവം ആക്കിയത്. അതുകൊണ്ട് ദുർഗയും ഉണ്ണിയും കൂടി ഉപദേശിച്ച് അവളെ തിരിച്ച് വിളിച്ചു കൊണ്ടുവരണം. എന്തായാലും നാളെ ഇവരുടെ എല്ലാവരുടെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ, അത് ഇവിടെ വെച്ച് എല്ലാവരും കൂടി ആഘോഷിക്കണേ അല്ലേ സന്തോഷം എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് നിങ്ങളുടെ മൂത്ത മോളും മരുമകനും അല്ലേ ഈ കരുണമോളെ ഇപ്പോൾ അവിടെ പോയി നിൽക്കാൻ കാരണക്കാർ. അതേസമയം മോഹിനി ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി മോളും കണ്ണൻ മോനും എന്ത് ചെയ്തിട്ടാണ് കാരണം അവിടെ പോയി നിൽക്കണേ, എന്താ സംബന്ധം ദുർഗ നീ പറയണേന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ ഉണ്ണിയെ ഓരോ ദിവസവും അവൾ ഓഫീസിൽ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുക, പിന്നെ കരുണ എങ്ങനെ ഇവിടെ നിൽക്കും. കരുണമോളുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് ജീവിച്ചവളല്ലേ ഇപ്പോൾ ഇവിടെ വന്ന് വലിയ മുതലാളിച്ചയായിട്ട് ജീവിക്കണേ, അത് കണ്ട് സഹിക്കാനൊന്നും കരുണയ്ക്ക് പറ്റില്ല, അതുകൊണ്ടാണ് കരുണ അങ്ങോട്ട് പോയെന്ന്. ആ സമയം നമ്മളുടെ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും പെട്ടെന്ന് തന്നെ ദുർഗ സംസാരം നിർത്തുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അമ്മ എപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരുമ്പോൾ ഓ അമ്മ ഏതമ്മയാടാ എന്തമ്മയാടാ എന്നൊക്കെ ഇങ്ങനെ ദുർഗ ചോദിക്കുമ്പം അമ്മ ഒന്നും മിണ്ടാതിരുന്നേ, മഹിയുടെ അമ്മ എനിക്കെൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്, എന്തായാലും എനിക്ക് സ്വന്തം അമ്മയില്ലല്ലോ, നിങ്ങളെൻ്റെ രണ്ടാനമ്മയല്ലേ, നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹവും ആത്മാർത്ഥതയും മഹിയുടെ അമ്മയ്ക്കുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് മഹിയുടെ അമ്മയെ കണ്ടേക്കണേന്ന്. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടി മോഹിനിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. റൂമിൽ ചെന്നതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അമ്മയോട് ഇവിടുത്തെ അമ്മ എന്തെങ്കിലും മോശമായി പെരുമാറിയോന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മോളെ, എനിക്കിതൊക്കെ ശീലമല്ലേ, അവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ എന്നോട് എങ്ങനെയാണ് പെരുമാറണമെന്ന് മോൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും എങ്ങനെ പെരുമാറിയാലും കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ വരുന്നവരോട് ഇവിടുത്തെ ഉള്ളവർ മാന്യമായി തന്നെ പെരുമാറണം, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല, ഇതെൻ്റെ വീടാണ്, ഇവിടെ ആരും വരണ്ട, ആര് താമസിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, ഇപ്പം ഇയാൾക്കും ഉണ്ട്, അതുകൊണ്ട് അമ്മയോട് എന്തെങ്കിലും മോശമായി പെരുമാറിയെങ്കിൽ അത് ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും കരുണയുടെ മുത്തശ്ശീനെയാണ്. കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്നാലും മുത്തശ്ശി അന്ന് അമ്മാവൻ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്ത ആ ഒരു മന്ത്രവാദി ഇല്ലേ, അതുപോലെയുള്ള ഏതെങ്കിലും മന്ത്രവാദികളെ മുത്തശ്ശിക്ക് പരിചയമുണ്ടോയെന്ന്. ആ സമയത്ത് ഈ മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല മോളെ, എനിക്ക് അങ്ങനെ ഒരു മന്ത്രവാദിയെയും പരിചയമില്ല, അതുമാത്രമല്ല മന്ത്രവാദികളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല മോളെ, അവർ ചിലപ്പോൾ തിരിച്ച് നമുക്ക് തന്നെ പണി തരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, കാശ് കൊടുത്താൽ അതനുസരിച്ച് ചെയ്യാത്ത മന്ത്രവാദികൾ ആരെങ്കിലും ഉണ്ടോ മുത്തശ്ശി, എന്തായാലും മുത്തശ്ശി എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കണ്ടുപിടിക്കണം, എന്നിട്ട് ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാനുള്ള വഴി നോക്കണം. ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോൾ കരുണമോളോട് പറയാൻ പോയതേ അബദ്ധമായല്ലോ, വാമദേവൻ കൊട്ടേഷൻ കൊടുത്തത് മോക്കടെ അച്ഛനക്കാന്നും കണ്ണൻ്റെ അച്ഛനെയും അപകടത്തിൽപ്പെടുത്തിയത് പ്രതാപനാന്നുള്ള വിവരം ഞാനിപ്പോൾ എങ്ങനെ മോളോട് പറയും, ഇതറിയാതെ മോള് മന്ത്രവാദിയെ അന്വേഷിച്ച് നടക്കുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് അമ്മാവനെ കാണണം, അമ്മാവനോട് ചോദിച്ചിട്ട് ഏതെങ്കിലും മന്ത്രവാദിയെ ഏർപ്പാട് ചെയ്യണം, അല്ലാതെ ഇനിയും അയാളും അവളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന്. പിന്നീട്
കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മീനെയും മോഹിനിയെയും കണ്ണനെയാണ്. മോഹിനി മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് വിശേഷമെന്നുള്ള സംശയം എന്തെങ്കിലും ഇവിടെ ഉള്ളവർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഞാൻ എഴുന്നേറ്റ് നടക്കൂലല്ലോ, ഒരിക്കലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നും പറഞ്ഞാൽ അമ്മയും ഉണ്ണിയൊക്കെ ഇപ്പോഴും ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചൊന്നും പറയാറില്ല എന്ന്. ആ സമയം മോഹിനി പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഇവിടെ ഉള്ളവരോ ഇവിടെ കരുണയുടെ അച്ഛനോ മുത്തശ്ശിയോ ഒന്നും ഇതറിയാനോ ഇടവരരുത്. അവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ മാത്രമല്ല മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം അമ്മേ, ഒരു കാരണവശാലും അവരതിനെ ജീവിക്കാൻ അനുവദിക്കില്ല. പിന്നെ ഞാൻ അമ്പലത്തിൽ വെച്ച് കാണുന്ന ആ ഒരു അമ്മയില്ലേ, ആ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞിൻ്റെ ജനനത്തെ തടയാൻ എല്ലാവരും ശ്രമിക്കും, പക്ഷേ ഒന്നും സംഭവിക്കില്ല, കുഞ്ഞ് ജനിക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല അമ്മേ, ജനിക്കണ കുഞ്ഞിന് ഒരുപാട് സിദ്ധികളുണ്ടാവുന്ന ആ അമ്മ എന്നോട് പറഞ്ഞതെന്ന്. ആ സമയം മോഹിനി പറയുന്നുണ്ട്, അതേതായാലും നന്നായി മോളെ, അല്ലെങ്കിൽ ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ മോൾക്കും കുഞ്ഞിനും കണ്ണമോനും സാധിക്കില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് എനിക്കറിയില്ലാത്തത്. ഇവർക്ക് എൻ്റെ സ്വത്തുക്കൾ മൊത്തം വേണം, അത് കുറച്ചൊന്നും പോരാ, മൊത്തമായിട്ട് അവർക്ക് കിട്ടണം. ആ സ്വത്തുക്കൾ കിട്ടുകയും ചെയ്യണം, എന്നെയും ഇയാളെയും അവർക്ക് കൊല്ലുകയും ചെയ്യണം. അതുമാത്രം അവരുടെ എല്ലാവരുടെയും മനസ്സിലെ ലക്ഷ്യം. അത് നടക്കാത്തതിൻ്റെ ദേഷ്യം അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണേ. എന്തായാലും അമ്മ ഇവിടെ വന്ന് കയറിയപ്പം അമ്മയോട് മോശമായി പെരുമാറിയ എൻ്റെ രണ്ടാനമ്മയെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, വേണ്ട മോനെ, ഇനി അതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നമൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ ദേഷ്യവും കൂടി അവർ ലക്ഷ്മി മോളോട് തീർക്കുമെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അവരെപ്പോഴും എന്നോട് മോശമായി തന്നെ പെരുമാറാറുള്ളൂ. എപ്പോഴും എന്നെ കുത്തി നോവിക്കൽ അവർക്കൊരു രസമാണെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സീമന്തിനെയും വാമദേവനെയാണ്. സീമന്തിനോട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, എടി മേഘന എന്തേ, മേഘന കുറേ ആയല്ലോ കണ്ടിട്ടെന്ന് പറയുമ്പം അവനിവിടെ ഉണ്ട്. എന്നും അർദ്ധരാത്രി ആകുമ്പോൾ കുടിച്ച് ലക്കില്ലാണ്ടല്ലേ അവൻ വന്ന് കയറുന്നത്. നേരം വെളുത്ത് എങ്ങോട്ടോ പോണ കാണാം. എന്തെങ്കിലും ചോദിച്ചാൽ അവനക്ക് ഭയങ്കര ദേഷ്യ, കണ്ണൻ്റെ സ്വത്ത് കിട്ടിയില്ല എന്നും പറഞ്ഞ് അവനിപ്പോൾ നടക്കണേന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇനിയും കണ്ണൻ്റെ സ്വത്തൊന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ അവനക്കും എൻ്റെ അവസ്ഥ തന്നെയാവും. ഇപ്പം തന്നെ കണ്ടില്ലേ എന്തോരം കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, എല്ലാം പൊളിഞ്ഞില്ലേ, ഇനിയും കണ്ണനും മഹാലക്ഷ്മിയായിട്ട് ലോകത്തിൽ പോണേ നല്ലതാണ്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ അവനെ ഉപദേശിക്കുക, നിങ്ങളും നിങ്ങളുടെ പെങ്ങളും കൂടിയ അവൻ്റെ മനസ്സിലിങ്ങനെ വിഷം കുത്തി നിറച്ച് ഇതുപോലെ ആക്കിയെടുത്തത്, ഇനി നിങ്ങൾ തന്നെ അത് തിരുത്താനും നോക്കുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അവൻ വരട്ടെ, അവനോട് ഞാൻ സംസാരിക്കാമെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മേഘനാഥൻ വരുന്നുണ്ട്. മേഘനാഥൻ വന്നതും, എന്താ അച്ഛൻ എന്നെ അന്വേഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ ഞാൻ നിന്നെ അന്വേഷിച്ചു, നീ ഇപ്പോൾ എവിടെയാണ്, നീ എന്തെങ്കിലും ജോലിക്ക് പോകാണ്ട് ഇങ്ങനെ എന്താ നടക്കണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ജോലിക്ക് പോകാനാ കണ്ണൻ്റെ സ്വത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, കണ്ണൻ്റെ സ്വത്ത് കിട്ടുമെന്നൊന്നും വിചാരിച്ച് നീ ഇരിക്കേണ്ട, നിൻ്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയി, ഇപ്പോൾ ഉണ്ണിയുടെ ഭാര്യ ഉണ്ണീനെ ഉപേക്ഷിച്ച് പോയി. ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, അമ്മയോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കരുണയുടെ മുത്തശ്ശിയെ വിളിച്ചിരുന്നു, അവരാ പറഞ്ഞ കരുണ ഉണ്ണിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ തയ്യാറായി നിൽക്കുക. അവരൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കീഴിൽ ജോലി ചെയ്യുന്ന ഒരുത്തനെ ഭർത്താവായി വേണ്ടെന്നാണ് കരുണ പറയണത്. സമയത്ത് മേഘം പറയുന്നുണ്ട്, അത് അവൾ പറയണത് ന്യായമല്ലേ അമ്മേ, മഹാലക്ഷ്മി അവരുടെ വീട്ടിൽ വേലക്കാരിയായി ജീവിച്ചവളാണ്, എന്നിട്ടിപ്പോൾ അവളുടെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങി കുടുംബം നടത്തുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ കരുണ തയ്യാറാവോ? അത് കരുണയ്ക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, എന്തുകൊണ്ട് സാധിക്കില്ല, എല്ലാവരും ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്തല്ലേ ശമ്പളം വാങ്ങണത്, അല്ലാതെ എല്ലാവരും കമ്പനി നടത്തിയല്ലോ ജീവിക്കുന്നത്, പിന്നെ എന്തിനാ കരുണയ്ക്ക് ഇത്ര വാശി? അല്ലെങ്കിലും കരുണ ഭയങ്കര പിടിവാശിക്കാരിയാണ്, അവൾക്ക് ഇച്ചിരി അഹങ്കാരവും കൂടുതലാണ്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കരുണ എന്താഗ്രഹിച്ചാലും അതെല്ലാം നടത്തി കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന കുട്ടിയെ കരുണ, അവൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഇനിയും നിൻ്റെ ഉദ്ദേശം എന്താ? കണ്ണൻ്റെ സ്വത്തിന് വേണ്ടി ഇനിയും കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ തന്നെയാണോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പം, പിന്നെ അല്ലാതെ കണ്ണനും മഹാലക്ഷ്മിയും മരിച്ചാലേ എനിക്ക് സ്വത്തുക്കൾ കിട്ടുള്ളൂ, അതുകൊണ്ട് അവർ കൊല്ലണത് വരെ ഞാൻ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത പണിക്ക് പോവാതെ ഇനിയെങ്കിലും കണ്ണനും മഹാലക്ഷ്മിയായിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അവരുമായിട്ട് രമ്യതയിലാവാൻ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ജ്വല്ലറിയിലോ കമ്പനിയിലോ എവിടെയെങ്കിലും നല്ലൊരു ജോലി കണ്ണൻ തരും, അതുകൊണ്ട് സുഖമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഇത്രയും ദ്രോഹം അവരോട് ചെയ്തിട്ടും ഇപ്പോഴും കണ്ണൻ എനിക്ക് മാസാമാസം എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരുന്നുണ്ട്, അത് നീ കണ്ടില്ലെന്ന് നടിക്കരുത്, അതൊക്കെ കണ്ണൻ്റെ മനസ്സിൻ്റെ ഒരു നന്മയാണെന്ന് പറയുമ്പം സീമന്തിനി പറയുന്നുണ്ട്, അല്ലെങ്കിലും കണ്ണൻ ഉണ്ണിയെക്കൂട്ടൊന്നും അല്ല, കുറച്ച് മനസ്സലിവുള്ളവനാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനി പോയി കഴിഞ്ഞതും കണ്ണനും മഹാലക്ഷ്മിയും കൂടെ വന്നിട്ട് ദുർഗയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഈ വീട് ആരുടെ എന്ന് ചോദിക്കുമ്പം
ദുർഗ പറയുന്നുണ്ട്, ആ എന്താടാ കണ്ണാ നീ അങ്ങനെ ചോദിക്കണേന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ വീടല്ലേ, അപ്പോൾ ഇവിടെ വരുന്നവരെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ഉള്ള അവകാശവും അധികാരവും അമ്മയ്ക്ക് ആരാ തന്നേന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പോൾ അല്ല, മഹിയുടെ അമ്മ വന്നിട്ട് മഹിയുടെ അമ്മയോട് അമ്മ വളരെ മോശമായി പെരുമാറി. ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ വരണമെന്നും ആരൊക്കെ താമസിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം എനിക്കും മഹിക്കേ ഉള്ളൂ, അല്ലാതെ അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ മകനെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.